നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ FC ബാഴ്സലോണ മയോർക്കെതിരെ മികച്ച വിജയം തന്നെയാണ് സ്വന്തമാക്കിയത്. ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയം. കളിയിൽ 29ാമത്തെ മിനിറ്റിൽ ലെവൻഡോസ്കിയുടെ ഗോള്, 61ാമത്തെ മിനിറ്റിൽ ലാമിനെ യമാലിൻ്റെ ഗോള്, 83ാമത്തെ മിനിറ്റിൽ മാർക്ക് ബെർനാലിൻ്റെ ഗോള്. അസിസ്റ്റുകളാണെങ്കിൽ ഡാനി ഓൾമോയുടെ പേരിൽ 2 അസിസ്റ്റുകൾ, ഫെർമിൻ ലോപ്പസിൻ്റെ പേരിൽ 1 അസിസ്റ്റ്. സ്പോട്ടിഫൈ ക്യാമ്പ് നൗവിൽ 44,301 ആരാധകരുടെ മുന്നിൽ അവർ നല്ല മാർജിനിൽ വിജയിച്ച് കയറി. പക്ഷേ ബാഴ്സയുടെ കളി അത്ര പെർഫെക്റ്റ് ആയിരുന്നു? ഈ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ ബാഴ്സയുടെ പ്രകടനം, ആദ്യത്തെ ഒരു 10-30 മിനിറ്റ് പ്രകടനം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ യാൻ വെർജിലി മികച്ച രൂപത്തിൽ ബാഴ്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ക്യൂണ്ടയ്ക്കെതിരെയൊക്കെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് അദ്ദേഹം നടത്തിയെന്നും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേസും സ്കില്ലും ഒക്കെ ഉപയോഗിച്ച് പല ഡ്യുവൽസും വിൻ ചെയ്ത് അവസരങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3 മാസീവ് ഓപ്പർച്യൂണിറ്റീസ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ബാഴ്സലോണ അതിലേക്ക് സർവൈവ് ചെയ്ത് പോയത് കുറച്ച് ലക്കി, അതുപോലെ തന്നെ എതിർ ടീമിൻ്റെ പുവർ ഫിനിഷിങ് എല്ലാം ചേർത്തുകൊണ്ടാണ്. അവരുടെ ബാഡ് ലക്ക്, അവരുടെ പുവർ ഫിനിഷിങ്, ഇതാണ് മയോർക്കക്ക് ആദ്യ പകുതിയിൽ ലീഡ് കിട്ടാതിരിക്കാനുള്ള കാരണം. അതേസമയം ബാഴ്സലോണ അവരുടെ വഴിയിൽ ലീഡ് എടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ബാഴ്സലോണയുടെ ഒരു ബ്രൈറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ഒരു പ്രകടനമായിരുന്നിരിക്കണം. അദ്ദേഹം ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെ ബാഴ്സ അറ്റാക്കേഴ്സിൻ്റെ നിരയിൽ കുറച്ചുകൂടി മികച്ച ബെറ്റർ പെർഫോമൻസ് വന്ന അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഔട്ട്സൈഡ് ദി ബോക്സിൽ നിന്നും ഗോൾ കീപ്പർ സേവ് ചെയ്തു. റീബൗണ്ട് റോബർട്ട് ലെവൻഡോസ്കി കിട്ടി. അദ്ദേഹം ഗോൾ വലക്ക് മുന്നിൽ സാധാരണ കാണിക്കാറുള്ള ആ ഒരു കമ്പോഷറൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ട് പന്ത് വലയിലേക്ക് എത്തിച്ച് ടീമിനെ മുന്നിൽ എത്തിച്ചതാണ്. ആദ്യത്തെ ഒരു അരമണിക്കൂർ ബാഴ്സ ലീഡ് എടുത്തു എന്ന് പറഞ്ഞാൽ പോലും അത്ര മികച്ച പ്രകടനമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോഴേക്കും ബാഴ്സലോണ സ്ട്രോങ് ടീം എന്ന രൂപത്തിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തത്. പക്ഷെ അപ്പോഴും പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ എടുത്തു പറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് കൃത്യമായിട്ട് ഹൻസി ഫ്ലിക്ക് പറഞ്ഞു, കളിക്ക് ശേഷം ഐ വാസ്ന്റ് ഹാപ്പി വിത്ത് ദി ഫസ്റ്റ് ഹാഫ്. പ്ലെയേഴ്സും ഹാപ്പി ആയിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ അവരുടെ പ്രകടനത്തിൽ എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് വിത്ത് ദി ബോൾ ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ ചേഞ്ചായി, ഞങ്ങൾ മികച്ച രൂപത്തിലേക്ക് മാറുക തന്നെ ചെയ്തു. തീർച്ചയായിട്ടും ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ താരങ്ങളോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, ഹാഫ് ടൈം സമയത്ത് ഞാൻ ചോദിച്ച കാര്യമുണ്ട്. ഒരൊറ്റ കാര്യമാണ് ഞാൻ ചോദിച്ചത് പ്ലെയേഴ്സിനോട്, ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്? ഈ പെർഫോമൻസിൽ നിങ്ങൾ സംതൃപ്തരാണോ എന്ന് ഞാൻ ചോദിച്ചു കളിക്കാരോട്. ഇങ്ങനെയാണോ നമ്മൾ കളിക്കേണ്ടത്? ഈ പെർഫോമൻസിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ് അവർ പറഞ്ഞു അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്ന്. ഞങ്ങൾ ബാഴ്സലോണ വെയിലല്ല കളിക്കുന്നത് എന്ന് അവർ തന്നെ സമ്മതിച്ചു. ദെൻ അവിടെ നിന്ന് കാര്യങ്ങൾ മാറ്റി കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ബോൾ കൊണ്ട് ഞങ്ങൾ കളിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓൺ തേഴ്സ്ഡേ ഐ വാണ്ട് ടു സീ അനദർ ടീം ഇൻ ദി ഫസ്റ്റ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ തീർത്തും വ്യത്യസ്തമായ ഒരു ടീമിനെയാണ് എനിക്ക് കാണേണ്ടത്. സോ എൻ്റെ പ്ലെയേഴ്സിന് അതിന് കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഒരു പക്ഷേ കോച്ചിൻ്റെ ഈ ചോദ്യം താരങ്ങളൊന്ന് ഉണർത്തിയിട്ടുണ്ടാവണം. അതാണ് മയോർക്കെതിരെ പിന്നെ നമ്മൾ കാണുന്നത്. കാരണം ഇത് മതിയോ എന്ന് കോച്ച് അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇത് പോരാ, ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് കളിക്കാർ തന്നെ ഇങ്ങോട്ടും പറയുകയാണ്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഹാഫിൽ ആ ഒരു മൊമെൻറ്റും അവരുണ്ടാക്കിയെടുത്തു. സെക്കൻഡ് ഹാഫിൽ അവരത് തുടരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു പെനാൽറ്റി ഒക്കെ ഉണ്ടായിരുന്നു യമാലിനെ ഫൗൾ ചെയ്തതിൽ. അത് ക്ലിയർ ഫൗളാണ്. യൊഹാൻ മോജിക്ക ഇൻസൈഡ് ദി ബോക്സിൽ ഫൗൾ ചെയ്തു. പക്ഷേ റഫറിയോ അല്ലെങ്കിൽ വാറോ ഒന്നും അതിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് നിരാശാജനകമായിട്ടുള്ള കാര്യം. ഈ സീസണിൽ ഇത് പലവട്ടമായി ഇത്തരത്തിൽ ബാഴ്സയ്ക്ക് പെനാൽറ്റി കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന തരത്തിൽ തന്നെ ഇപ്പോൾ പലരും ഇതിനെ നിരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ടീം രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി മികച്ച രൂപത്തിലേക്ക് മാറി. ഒടുവിൽ ഒരു ഗോള് രണ്ടാമത് ഈ ലാമിൻ യമാലിലൂടെ അവർ നേടുകയും ചെയ്തു. ഏതാണ്ടൊരു 1 അവറിലേക്കൊക്കെ കളി മാറുന്ന സമയത്ത് ആ ഒരു ഗോൾ വന്നു. പക്ഷേ ബെസ്റ്റ് ഗോൾ പിന്നെയും വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ കാണുന്ന ബെർനാലിൻ്റെ വകയാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഒരു ഗ്ലോറിയസ് ഫാഷനിൽ തന്നെ ആ ഒരു ഗോൾ കണ്ടെത്തുമ്പോൾ ബെഞ്ചിലിരിക്കുന്നവരൊക്കെ ആഘോഷിക്കുകയാണ്. അതാണ് കോച്ച് കളിക്ക് ശേഷം പറഞ്ഞത്, നിങ്ങൾ കണ്ടില്ലേ
എല്ലാവരും ബെഞ്ചിലിരിക്കുന്ന എല്ലാവരും ആ ഗോള് ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഒരു യൂണിറ്റി ഈ ടീമിലുണ്ട്, ബെർണാലിൻ്റെ ആ ഒരു ഗോളിൽ എത്രത്തോളം ടീം ആഘോഷിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അദ്ദേഹം കൃത്യമായി ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ കളി കണ്ടാൽ നിങ്ങൾ എന്ത് പറയും? ഒരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള കളിയൊന്നുമല്ല ബാഴ്സ കളിച്ചെന്നുള്ളത് ശരിയാണ്. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ബാഡ് പൊസിഷനുകളിൽ നിന്ന് ബോൾ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ 1-2 തവണയൊക്കെ ജോയൻ ഗാർഷ്യക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലീൻ ഷീറ്റ് സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. പക്ഷേ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിലെ ബാഴ്സയുടെ പ്രകടനം തീർച്ചയായിട്ടും വളരെ ജോയ്ഫുൾ ആയിരുന്നു. നമുക്ക് കളി കാണാനൊരു ആവേശമുണ്ടാക്കുന്ന പ്രകടനം തന്നെയായിരുന്നു. എന്തായാലും ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം കളിയുടെ ഫൈനൽ അവറിൽ റിയലി ഗുഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് ബാഴ്സ കാഴ്ചവെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ 2 പകുതികൾക്കിടയിലുള്ള വ്യത്യാസമാണ്. അത് മാറ്റിമറിച്ച കോച്ചിൻ്റെ ആ ഒരു ചോദ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മതിയോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് മതിയോ എന്ന് അദ്ദേഹം ചോദിക്കുന്ന ആ ചോദ്യം. ഏതായാലും അതിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനലിൻ്റെ ആദ്യ പാദത്തിൽ ഇതാ വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 മെട്രോപൊളിറ്റനോയിൽ ഇറങ്ങുകയാണ് ബാഴ്സ. അവിടെ മികച്ച പ്രകടനം നടത്തി വെന്നിക്കുടി നാട്ടാൻ കഴിയുമോ? ജയസ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എഴുതാം.